ഒടുവിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് ആണുങ്ങളുടെ ഒരു ശബ്ദം കേട്ടു. തങ്ങളുടെ കുട്ടികളുടെ മേലുള്ള കേസ് പിൻവലിക്കാതെ ആർക്കും വോട്ട് ചെയ്യില്ലത്രേ. ഏതായാലും ഇപ്പോഴെങ്കിലും അങ്ങനെ ചില ശബ്ദങ്ങൾ അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെങ്കിലും ഉയരാതിരുന്നാൽ ചരിത്രം അടയാളപ്പെടുത്തുക വെറും ഷണ്ണന്മാരെന്നും മണ്ണുണ്ണികളെന്നും ആയിരുന്നേനെ. ഏതായാലും അത് പറഞ്ഞ നദീർ മൗലവിക്കും സക്കീർ ഹുസൈനുമൊക്കെ അഭിനന്ദനങ്ങൾ. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നോക്കൂ, എല്ലാ സമുദായത്തിലും ഈ പറയുന്നത് പോലെ ചിലത് തുറന്നു പറയാൻ ചിലരൊക്കെയും വേണം. എന്നാൽ സമവായക്കാരും വേണം. ചിലർ തുറന്നു പറയുന്നതിലൂടെ അതൊക്കെയാണ് സത്യമെന്നും എല്ലാവർക്കും എല്ലാം അറിയാമെന്നും ബോധ്യപ്പെടും. എന്നാൽ മറ്റു ചിലർ അതിനെ സമവായപ്പെടുത്തി സ്നേഹ സൗഹൃദ സമവാക്യത്തിൽ പറയുകയും വേണം. ഇനിയുള്ള കാലങ്ങളിൽ ഈ ഇസ്ലാം മതത്തിൻ്റെ വലിയ വലിയ സംഘടനകളെന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ ഒന്നും പ്രത്യേകിച്ച് ഭരണകൂടങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും മിണ്ടാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അവരൊക്കെയും നമ്മൾ കോർപ്പറേറ്റുകളെപ്പോലെ വലിയ വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ നടുവിൽ വിശ്രമിക്കുകയാണ്. അവർക്കൊക്കെയും നഷ്ടപ്പെടാൻ ഒത്തിരിയുണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യം അവർ തന്നെ അകത്തു പോകേണ്ടി വരുന്ന നിയമലംഘനങ്ങളുടെ കൂമ്പാരമുണ്ടാവും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെയൊക്കെയും ഈ പറയുന്നത് പോലെ അവരിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായെന്ന് വരില്ല. വെറുതെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതാകും സ്ഥിതിവിശേഷം. രണ്ടാമതൊരു കൂട്ടരിറങ്ങും. അവരുടെ ഒരു പ്രത്യേകത, അവർ ചാടി തുള്ളി ബഹളം വെച്ച് അടിച്ച് മറിച്ച് ഇപ്പം തകർത്ത് കളയാമെന്ന് പറഞ്ഞു. അതും രീതിയല്ല, അതും ന്യായമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അവർക്കും ഗുണമില്ല, സമുദായത്തിനും ഗുണമില്ല, സമൂഹത്തിനും ഗുണമില്ല. അങ്ങനെ ചാടിത്തുള്ളി എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ട് അവസാനം എവിടെയാണ് എത്തിപ്പെടുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു നയമുണ്ട്. ഇതിനിടയിലുള്ള നയം എന്താണെന്ന് ചോദിച്ചാൽ, ചില സത്യങ്ങളെക്കുറിച്ച് ഉറക്കെ പറയാൻ തയ്യാറാവുക. ആ സത്യങ്ങളെ ഉറക്കെ പറയുന്നതിന് ഭയപ്പെടാതിരിക്കുക. അങ്ങനെ പറയുന്നതിലൂടെ മതേതരത്വ ഭാവവും അല്ലെങ്കിൽ സ്ഥലത്തെ പ്രമുഖനെന്ന ഭാവവും പൗരപ്രമാണി എന്നുള്ള ഭാവവുമൊക്കെ നഷ്ടപ്പെടുന്നെങ്കിൽ അതൊക്കെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയാണെന്ന് മാത്രം വിചാരിക്കുക. എന്നിട്ട് സത്യം വളരെ മൃദുവായ ഭാഷയിൽ കഴിഞ്ഞ ദിവസം നദീർ മൗലവി ഈരാറ്റുപേട്ട യോഗത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ പറയുക. അവിടെ ആരിയ്ക്കുന്നു, എന്താണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട. നിങ്ങൾക്ക് വേറെ വ്യക്തിപരമായൊന്നും ഭയപ്പെടാനില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സത്യസന്ധമായി അങ്ങോട്ട് തുറന്നു പറയുക. ഈ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ കൂട്ട് വായിൽ വരുന്നതെല്ലാം വിളിച്ച് വർഗീയ സ്പർദ്ധയും മറ്റേതും മറിച്ചേതും വിദ്വേഷവും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. പക്ഷേ അനീതി അത് സ്വന്തം സമൂഹത്തിലേക്ക് സംഭവിക്കുമ്പോൾ അവിടെ നിശബ്ദതയായി മാന്യതയായി സമരിയാക്കാരനായി അരമനയിൽ ചെന്ന് കണ്ട് അപ്പക്കഷ്ണം പകുതി കഴിച്ച് കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് സമവായം ഉണ്ടാക്കാനും സമാധാനം ഉണ്ടാക്കാനും നടക്കേണ്ടതില്ല. സമാധാനം വേണമെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിൽ എങ്ങനെ സമാധാനം ഉണ്ടാവും? ഒരു വീട്ടിൽ ഒരാൾ മാത്രം വലിയ ചട്ടമ്പി, ബാക്കിയുള്ളവരെല്ലാം അങ്ങ് മൗനം പാലിച്ചിരിക്കും തോറും അവനങ്ങ് മൂത്ത് കയറുകയാണെങ്കിൽ എങ്ങനെ സമാധാനം ഉണ്ടാവും? അതല്ലേ ചില ക്രിസ്തീയ പുരോഹിതന്മാർ പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ചു പോരുന്നത്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരത് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായി നിന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഈ പൂഞ്ഞാറിലുണ്ടായ സംഭവം അഹങ്കാരം, ശരിയല്ലായ്മ, തോന്നിയവാസം, ചട്ടവിരുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ തെറ്റില്ല. ഇനി ഹെൽമെറ്റ് ഇടാതെയും ലൈസൻസ് ഇല്ലാതെയും വണ്ടി എടുത്ത് പോയതിന് അവരുടെ പിതാക്കന്മാരുടെ പേരിൽ കേസെടുക്കണമെങ്കിൽ അങ്ങനെയും പെറ്റി കേസ് എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതൊരു ആസൂത്രിത വധശ്രമമല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പുരോഹിതന്മാരിൽ ചിലരെങ്കിലും അത് വധശ്രമമായി ചിത്രീകരിച്ച് തെരുവിൽ അഗ്നി ആളിക്കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ മൗനമായിരിക്കുന്നത് നിങ്ങളുടെ ദൗർബല്യവും കഴിവുകേടും നിങ്ങൾക്ക് ഭയവുമാണെന്ന് കരുതിക്കളയും. അത് പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞതുപോലെ ഇനി കേസ് പിൻവലിക്കുകയോ വലിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. 307 എന്ന് പറയുന്ന വധശ്രമ കേസ് ഒരു കാരണവശാലും സത്യമുള്ളതല്ല, നീതിയുള്ളതല്ല. അതുകൊണ്ട് അത് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.